കാലവർഷക്കെടുതികൾ നേരിടാൻ സർക്കാർ പണം അനുവദിച്ചു 1 കോടി രൂപ വീതമാണ് ജില്ലകൾക്ക് അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾക്കായും 1 കോടി വീതം അനുവദിച്ചിട്ടുണ്ട്. മഴക്കെടുതികൾ രൂക്ഷമായിട്ടും പണം അനുവദിക്കാത്തത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, ഈ മഴക്കെടുതികൾ നേരിടാൻ വേണ്ടി എന്തായാലും പണം അനുവദിച്ചതായുള്ള നഗരങ്ങൾക്കും അനുവദിച്ചിട്ടുണ്ട്, മാത്രമല്ല ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, സംസ്ഥാനത്ത് മഴക്കെടുതികൾ രൂക്ഷമായിട്ടും പണം അനുവദിക്കാത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. പ്രത്യേകിച്ചും ഈ മാസം പകുതിയോടെ തന്നെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയതാണ്. എന്നാൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ സർക്കാർ പണം അനുവദിച്ചിരുന്നില്ല. ഇതിന്റെ ഭാഗമായി നാടും നഗരവുമൊക്കെ വെള്ളക്കെട്ടായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ മാലിന്യ സംസ്കരണം ഉൾപ്പെടെ പാളിയതോടെ ഈ മാലിന്യ കൂമ്പാരമായി നാട് നഗരവുമൊക്കെ മാറി വെള്ളക്കെട്ടുകളിൽ മുഴുവൻ മാലിന്യങ്ങൾ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. മാത്രമല്ല പകർച്ചവ്യാധികളും സംസ്ഥാനത്ത് പടർന്നു പിടിക്കുകയാണ്. മഞ്ഞപ്പിത്തവും അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഉൾപ്പെടെ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നു. മാത്രമല്ല ഇത് ബാധിച്ചുള്ള മരണങ്ങളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. എന്നിട്ടും ആരോഗ്യമേഖലയ്ക്കും സർക്കാർ ഇതുവരെ പണം അനുവദിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ മഴക്കെടുതികൾ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഇത് നേരിടാൻ വേണ്ടി പണം അനുവദിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലകൾക്കും 1 കോടി രൂപ വീതം നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തിരുവനന്തപുരം, കൊച്ചി അതുപോലെ തന്നെ കോഴിക്കോട് നഗരങ്ങൾക്കായി 1 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പുകൾ തുടങ്ങുന്നതിന് മറ്റും ഈ പണം ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ മാലിന്യ നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ടുകൾ നേരിടുന്നതിനോ ആയി ഇതുവരെ ജില്ലകൾക്ക് കൂടുതൽ പണം അനുവദിച്ചിട്ടില്ല. ഇതിനൊപ്പം തന്നെ ആരോഗ്യ മേഖലയ്ക്കും നിലവിൽ കൂടുതൽ പണം വകമാറ്റി വെക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവശ്യ മരുന്നുകൾ പല സ്ഥലങ്ങളിലും ലഭ്യമല്ലെന്നുള്ള പരാതി വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് വ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ട്. വെള്ളക്കെട്ടുകളും സംസ്ഥാനത്ത് രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ വെള്ളക്കെട്ടുകളായി മാറിയ ഒരു സാഹചര്യമാണ്. ഇവിടെ എത്തുമ്പോൾ ജനങ്ങൾ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടേക്ക് ഒഴുകി എത്തുന്നു എന്നാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടതുകൊണ്ടാണ് ഈ ഓടകളും മറ്റും വൃത്തിയാക്കുക, അതുപോലെ തന്നെ തോടുകൾ വൃത്തിയാക്കുക, ഇത്തരം കാര്യങ്ങളിൽ വന്ന വീഴ്ചയാണ് ഈ മാലിന്യ കൂമ്പാരമായി വെള്ളക്കെട്ടുകൾ മാറാനുള്ള കാരണം. ഇതിനൊപ്പം തന്നെ ഇത് ഒഴുക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതായിരുന്നു ഇതിന് പ്രധാന കാരണം. ഏതായാലും പണം അനുവദിക്കാത്തതിനെ തുടർന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും. ഇത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. മാത്രമല്ല മഴ ശക്തമാവുകയും മഴക്കെടുതികൾ രൂക്ഷമാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മുതൽ മഴ സംസ്ഥാനത്ത് വീണ്ടും ശക്തമായിട്ടുണ്ട്. പലരെയും ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും മഴക്കെടുതികൾ രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ പണം അനുവദിച്ചിരുന്നില്ല. ഇതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി ഏതായാലും പണം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിലും ഒപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം അതുൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ വരുത്തുന്ന അലംഭാവമാണല്ലോ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ നമ്മൾ കാണുന്ന 1 മണിക്കൂർ ഒന്നും നിന്ന് പെയ്താൽ തന്നെ മുൻപ് നമ്മൾ താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളത്തിനടിയിലാകുന്നത് എന്ന് പറയുമെങ്കിൽ സർവത്ര വെള്ളക്കെട്ടാണ്. ഇപ്പോൾ കൊച്ചിയൊക്കെ ഇത്തവണ കളമശ്ശേരിയൊക്കെ മുങ്ങിയൊരു സാഹചര്യമാണ് ഇന്നുണ്ടായ മഴയിൽ. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് മുൻവർഷത്തേക്കാൾ കാലവർഷം കനക്കും ഇത്തവണ കേരളത്തിന് മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഈ അനുവദിച്ച പണം പര്യാപ്തമാകുമോ എന്നുള്ളതാണ്. മാത്രമല്ല ഈ അനുവദിച്ച പണവും കാര്യക്ഷമമായി വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിൽ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സർക്കാർ. ലക്ഷ്മി, ഏതായാലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിയത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായി. സർക്കാരും ഈ ഒരു വിലയിരുത്തലിൽ തന്നെയാണുള്ളത്. കാരണം വിവിധ വകുപ്പുകൾ നേരത്തെ തന്നെ സർക്കാരിനെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിച്ചതാണ്. പ്രത്യേകിച്ചും തദ്ദേശ വകുപ്പ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയിച്ചു. ആരോഗ്യവകുപ്പും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയതാണ്. ഈ വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുന്നത് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകുമെന്നായിരുന്നു പ്രധാനമായും അറിയിച്ചിരുന്നത്. എന്നാൽ ഇതനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. മാത്രമല്ല ആ സമയത്ത് മുഖ്യമന്ത്രി വിദേശ സന്ദർശനത്തിലായിരുന്നു. ഇതിനുശേഷം തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം വിളിക്കാൻ പോലും തയ്യാറായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ലോക കേരള സഭയുടെ യോഗമായിരുന്നു മുഖ്യമന്ത്രി തിരിച്ചെത്തിയതിനു ശേഷം ആദ്യം വിളിച്ചത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അവലോകനത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നിട്ടില്ല. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളാനുള്ള സാധ്യതയുണ്ട്. പ്രളയഭീതിയിലാണ് ഇപ്പോൾ ജലാശയങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഇതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ ഇപ്പോഴും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ ഒരു വ്യക്തതയും വകുപ്പുകൾക്ക് ഇല്ല എന്ന മറുപടി തന്നെയാകും നൽകേണ്ടി വരിക. മാത്രമല്ല മഴക്കെടുതികൾ നേരിടുന്നതിന് നേരത്തെ സർക്കാരിനോട് ജില്ലാ കളക്ടർമാർ പണം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതനുസരിച്ച് പണം നൽകിയിരുന്നില്ല. ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന 1 കോടി രൂപയും പര്യാപ്തമല്ല എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർമാർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ക്യാമ്പുകൾ ഉൾപ്പെടെ തുറക്കുന്ന
പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ പണം അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല രക്ഷാപ്രവർത്തനങ്ങൾക്കായി അവിടേക്ക് എത്തിച്ചേരേണ്ട സാഹചര്യങ്ങളുണ്ട്, അവർക്കായി പണം നൽകണം. ഈ രീതിയിൽ പണം ചെലവഴിക്കുമ്പോൾ 1 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു ജില്ലയ്ക്ക് ആവശ്യമായി വരും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർമാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്രയും പണം സർക്കാർ അനുവദിച്ചിട്ടില്ല. ആദ്യഘട്ടമായി 1 കോടി രൂപ അനുവദിക്കുന്നത്, അതും ഈ മഴക്കെടുതികൾ രൂക്ഷമായി ജനം പൊറുതിമുട്ടുന്ന ഒരു സമയത്താണ് ഈ 1 കോടി രൂപയെങ്കിലും അനുവദിച്ചിരിക്കുന്നത്. അത് ഇനി ജില്ലാ കളക്ടർമാർക്ക് ലഭിക്കണമെങ്കിൽ 2-3 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളിലേക്ക് ഏതായാലും ഈ പണം ലഭിക്കാതെ ജില്ലാ കളക്ടർമാർക്ക് കടക്കാൻ കഴിയില്ല എന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വിമർശനങ്ങൾ വളരെ ശക്തമായതോടെയാണ് ഇപ്പോൾ 1 കോടിയെങ്കിലും അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. രാജീവാണ് വിവരങ്ങൾ നൽകിയത്.